നോക്കിയാലും കാണാവുന്ന പ്രകാശ ഗോപുരമായിരുന്നു 75 ദിവസം മുമ്പ് നമ്മെ വിട്ട് പിരിഞ്ഞു പോയ എം.ടി. വാസുദേവൻ. എനിക്ക് ഏറെക്കുറെ 40-ലധികം കൊല്ലം അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ ഇടവന്നിട്ട് ഭാഗ്യമുണ്ടായി. ഞാൻ 1975-ലാണ് മാതൃഭൂമി ചേർന്നത്. മാതൃഭൂമിയുടെ കൊച്ചി യൂണിറ്റിലാണ് ചേർന്നത്. അന്ന് എം.ടി. കോഴിക്കോട് യൂണിറ്റും മാതൃഭൂമി ആഴ്ചപ്പെടുന്നുണ്ട് പത്രാധിപൻ. അപ്പൊ കൊച്ചിയും കോഴിക്കോടും തമ്മിൽ വളരെ ദൂരാണ്, രണ്ട് ഭൂഖണ്ഡങ്ങളാണ്. ഒരു സ്ഥാപനമാണ്, പക്ഷെ രണ്ടും തമ്മിൽ ബന്ധമില്ല. അപ്പൊ എനിക്കൊന്ന് എത്തിയൊന്ന് കാണണം എന്ന് വളരെ നേരത്തെ ആഗ്രഹമുണ്ട്, കണ്ടിട്ടില്ല. അപ്പൊ കാണാൻ ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ ന്യൂസ് എഡിറ്ററായ കെ ശ്രീധരൻ നായർ ഒരു ഞെട്ടിക്കുന്ന വാർത്ത. എം.ടിക്ക് നല്ല സുഖല്യം, അദ്ദേഹം ആസ്പത്രിയിലാണ്, എന്തും സംഭവിക്കാം. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവചരിത്രവും ഫോട്ടോ ബ്ലോക്ക് എടുക്കലും ഈ ഡ്രോയറിൽ ഇരിക്കുന്നത് ഏത് സമയത്തും വേണ്ടി വന്നേക്കാം. അതുകൊണ്ട് നിങ്ങൾ ആരും രാവിലെ 3:30 വരെ ഇരിക്കാതെ പോകരുത്. അപ്പൊ ഈ കോഴിക്കോട്ട് എന്താ വിവരം എന്ന് ഞങ്ങൾക്ക് STD വിളിച്ചാൽ എന്റെ STD ഇല്ല, ട്രങ്കോൾ ബുക്ക് ചെയ്താലേ കിട്ടുന്നു. അത്ര വിഷമസ്ഥിതിയിലാണ്. അപ്പോ ഏത് നിമിഷവും ഇങ്ങനൊന്നും സംഭവിക്കരുതേ എന്നുള്ള വിചാരത്തോടു കൂടിയാണ് അന്ന് 2 ആളാണ് ഷിഫ്റ്റില്, ചിലപ്പോ ഞാൻ മാത്രം, ഒരാള് മാത്രം. അപ്പൊ എന്റെ ചുമതലയാണ് ഈ 3:30-ക്കാണ് പേപ്പറിന്റെ അച്ചടി ക്ലോസ് ചെയ്യാം. അതിന്റെ ഇടയിൽ ഞാൻ ഈ വാർത്ത എന്റെ കൈകൊണ്ട് കൊടുക്കേണ്ടി വരുമോ എന്നുള്ള ഭയപ്പാടോടുകൂടിയാണ് അവിടെ ഇരിക്കുന്ന എല്ലാവരും. അത് ഒഴിവാവണേ എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് നിങ്ങൾ എല്ലാവരും അവിടെ ഇരിക്കണം, ആ ഡെസ്കിൽ ഇരിക്കണം. ഭാഗ്യവശാൽ അദ്ദേഹം രോഗത്തിൽ നിന്ന് വിമുക്തനായി രക്ഷപ്പെട്ടു. അങ്ങനെ 78-ൽ ഞാൻ കോഴിക്കോട്ടേക്ക് ട്രാൻസ്ഫറായി. അപ്പോ അന്ന് മാതൃഭൂമിക്ക് ഒരു സ്പെഷ്യൽ പതിപ്പുണ്ട്. ഇപ്പൊ പല പതിപ്പുകളുണ്ട്, വാർഷിക പതിപ്പ്, ഫിലിം പതിപ്പ്, അങ്ങനെ ഒരുപാട് പതിപ്പുണ്ട്. അതില് കാർഷിക വ്യാവസായിക സപ്ലിമെന്റ് എന്നൊരു പതിപ്പുണ്ട്. അത് ഈ പദ്ധതികൾ, പഞ്ചവത്സര പദ്ധതിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നാടിന് എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കണോ, വളർച്ചകൾ സംഭവിക്കണോ, സർക്കാരിന്റെ ഹാൻഡ് ഔട്ടുകളാണ് കൂടുതൽ. അപ്പൊ അതൊക്കെ ലേഖനമാക്കി വൃത്തിയാക്കി എഴുതി വായിക്കാവുന്ന ഒരു ഭാഷയിലും രൂപത്തിലുമാക്കി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് ജോലി. അപ്പൊ അതിന് സാങ്കേതികമായിട്ട് ഒരു സീനിയറായ ഒരാള് ചുമതലയുണ്ടാവും, കയ്യാളായിട്ട് ശിഷ്യനായിട്ട് ഒരാളുണ്ടാവും. അപ്പൊ അക്കുറി 78-79 എം.ടി. വാസുദേവൻ നായരായി കാർഷിക വ്യാവസായിക സപ്ലിമെന്റിന്റെ സാങ്കേതിക ചുമതല. ഞാൻ അതിന്റെ കയ്യാളാണ്. അപ്പോ ഈ കുറെ ലേഖനങ്ങളൊക്കെ വന്നു. ഞാൻ എം.ടി. അന്ന് MM പ്രസിലും, ഞാൻ ഹെഡ് ഓഫീസിന്റെ ഡെയിലിയുടെ ഭാഗത്ത്. അപ്പൊ ഞാൻ വിളിച്ചിട്ട് ചോദിച്ചു, എം.ടി. അന്ന് വരട്ടെ? ആ. അപ്പൊ ഞാൻ അവിടെ ചെന്നു. ഒരു 11:30, എനിക്ക് ഓർമ്മയില്ല ആ സമയവും. ഞാൻ അവിടെ ചെന്ന് ഇരിക്കാനൊന്നും പറഞ്ഞില്ല, ഞാൻ പക്ഷെ ഇരുന്നു. നമുക്ക് അവിവേകമുണ്ട്, അതുകൊണ്ട് ഇരിക്കാം. ഇരുന്നു. എം.ടി. ഒന്നും മിണ്ടില്ല. അരമണിക്കൂർ കഴിയും. എന്തൊരു കഥ, അങ്ങനെ ആളെ ആലോചിച്ചിട്ടില്ല, പരിചയിച്ചിട്ടില്ല, ഒന്നും മിണ്ടില്ല. പിന്നെ അവസാനം പറഞ്ഞു, ഞാൻ പഞ്ചവത്സര പദ്ധതി പതിപ്പുണ്ടോ അതിനെപ്പറ്റി എന്നിട്ട് പറഞ്ഞു, ഇത് ഈ സർക്കാരിന്റെ കണക്ക് എന്ന് പറഞ്ഞാൽ ഇത് ഒരാളും വായിക്കില്ല. നമുക്ക് അതാ പറഞ്ഞു, നമുക്ക് ഇത് വായിക്കാറാണ്, അതാണ് നമ്മളെ ചാലഞ്ച്. അപ്പൊ അതെങ്ങനെയാ? പിന്നെ അടുത്ത സ്റ്റെപ്പായി ഈ സർക്കാരിന്റെ കണക്കും സർക്കാരിന്റെ പദ്ധതിയും ഒക്കെ ഉണ്ടത്, അത് ഈ ജനങ്ങൾക്ക് റിസീവിംഗ് എൻഡ്, എനിക്ക് ആ കൃത്യമാക്കി റിസീവിംഗ് എൻഡ് എങ്ങനെ ആ ജനങ്ങൾക്ക്
റിസീവ് ചെയ്യേണ്ട ആളുകൾക്ക് ഇത് ഉപയോഗം എന്താണ് ഉണ്ടാവുക, അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങിയാലോ അപ്പൊ അത് വളരെ വായിക്കാൻ പറ്റിയ ഒരു സാധനമായിട്ട് മാറും. അപ്പൊ കണക്കൊക്കെ പിന്നിലേക്ക് പോകും. ഒരു അണക്കെട്ട് വന്നു കഴിഞ്ഞാൽ അതിന്റെ വെള്ളം കിട്ടിയോ, അതിന്റെ കൃഷി നന്നായോ, അതിൽ എത്ര വ്യത്യാസം ഉണ്ടായി എന്നുള്ള ദിക്കിൽ നിന്ന് തിരിച്ച് അങ്ങോട്ട് ആലോചിച്ചാൽ മതി. അപ്പൊ എനിക്ക് പത്രപ്രവർത്തനത്തിൽ അതുവരെ ഒരാളും തരാത്ത ഒരു ഉൾക്കാഴ്ച MT വാസുദേവൻ നായർ എന്ന സാഹിത്യ പത്രപ്രവർത്തകൻ എനിക്ക് തുറന്നു കാണിക്കാം. അത് അത്ഭുതകരമായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ പൊട്ടും പൊടി കൊണ്ടൊക്കെയാണ് ഞാൻ പത്രപ്രവർത്തകൻ ഇങ്ങനെ പല ഗുരുനാഥന്മാരിൽ നിന്ന് കിട്ടുന്ന ഉൾക്കാഴ്ച. അത് കഴിഞ്ഞ് പഠിപ്പൊക്കെ ഇറങ്ങി. അത് കഴിഞ്ഞ് ഒരു 8 കൊല്ലം 1984 ഞാൻ ഡൽഹിയിൽ 1 മാസം നീണ്ടു നിന്ന ഇൻഡോ കനേഡിയൻ സയൻസ് റൈറ്റിംഗ് എന്നുള്ള ഒരു സെമിനാർ, ഒരു വർക്ക്ഷോപ്പിൽ പങ്കെടുത്തു. അപ്പൊ അന്ന് യശ്പാൽ തുടങ്ങിയ ഇന്ത്യ ശാസ്ത്രോപദേഷ്ടാവ് അനിൽ അഗർവാൾ എന്ന് പറയുന്ന എൻവയോൺമെന്റലിസ്റ്റ്, അല്ലെ ഡൽഹിയിലെ IIT PhD എടുത്താവുന്ന പത്രപുസ്തകമാണ് ഡൗൺ ടു എർത്ത് എന്നുള്ള മാസികയുടെ വക്താക്കളാണ്. അപ്പൊ അദ്ദേഹം ക്ലാസ് എടുത്തിട്ട് വലിയ വമ്പന്മാരാണ് ഓരോ ദിവസം ക്ലാസ് എടുക്കുന്നത്. അത് എക്സസൈസ് ചെയ്യിക്കും, അങ്ങനെ സെമിനാർ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഈ ശാസ്ത്ര പദ്ധതികളിലും ആണവ പദ്ധതികളും ഒക്കെ വരുമ്പോ അത് വർണ്ണിച്ച് ഇതിന്റെ അത്ഭുതമാണ് പറയല്ല. ഇതുകൊണ്ട് ജനങ്ങൾക്ക് ഗുണമാണോ ദോഷമാണോ റിസീവിംഗ് എൻഡിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. അതാണ് നമ്മുടെ ജോലി. ഇതും എനിക്ക് അത്ഭുതകരമായ ഉൾക്കാഴ്ച. പക്ഷെ ഞാൻ അപ്പോ ഇത് തന്നെയല്ലേ MT അന്ന് 8 കൊല്ലം മുമ്പ് എന്നോട് പറഞ്ഞു. അദ്ദേഹം IIT പഠിച്ചിട്ടില്ല, എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടില്ല, ഒന്നും പഠിച്ചിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഉൾക്കാഴ്ച. അപ്പൊ ഇത് റിസീവിംഗ് എൻഡിൽ നിന്ന്, റിസീവിംഗ് എൻഡ് ജനങ്ങളാണ് ഇതിന്റെ എൻഡ് യൂസർ. അവർക്ക് എന്ത് ഉപയോഗം ഉണ്ടാവുന്നു ഇത് മനസ്സിലാക്കലാണ് പത്രപ്രവർത്തനം എന്ന അവധി ഞാൻ പഠിച്ചു. അപ്പൊ ഈ 2 പാഠങ്ങളും യഥാർത്ഥത്തിൽ സമൂഹത്തിൽ ഇടപെടുന്നത് എങ്ങനെ എന്നുള്ള പാഠം. അതുകൊണ്ടാണ് ആ പാഠം നേരത്തെ പഠിച്ച് എനിക്ക് ഉപദേശിച്ചത് കൊണ്ടാണ് MT പെരിങ്ങോം ആണവ നിലയം വന്നപ്പോ അതിനെതിരായിട്ടുള്ള ജാഥയിൽ പങ്കെടുത്തത്. അതുപോലെ മാറാട് കലാപുണ്ടായപ്പോ അതിനെതിരായിട്ട് ക്ഷോഭത്തിൽ പങ്കെടുത്ത്, മുത്തമങ്ങയിലെ വെടിവെപ്പ് ഉണ്ടാകുമ്പോൾ അതിനെതിരായിട്ട് പ്രതികരിച്ചത്. ഇതെല്ലാം MT ഇന്ത്യൻ പത്രപ്രവർത്തനത്തിനെ സംബന്ധിച്ച് കേരളത്തിൽ അന്ന് പൊതുവെ ഇല്ലാതിരുന്ന ഒരു കാഴ്ചപ്പാട് എനിക്കായി തുറന്നു വെച്ചു എന്നുള്ളത് ഞാൻ കൃതജ്ഞത. എന്റെ ഗുരുസ്ഥാനത്ത് സാഹിത്യ പ്രവർത്തനത്തിലല്ല, പത്രപ്രവർത്തനത്തിൽ എന്റെ ഗുരുസ്ഥാനത്ത് ഞാൻ അദ്ദേഹത്തെ അപ്പം തന്നെ പ്രതിഷ്ഠിച്ചു. അതുകൊണ്ട് ആ ഗുരുവിന് ഞാൻ ഏറ്റവും ബഹുമാനത്തോടു കൂടി ഞാൻ വന്ദനം പറയും. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ മാതൃഭൂമി വിട്ട് ഭാഷാഗോഷ്ഠിയിലെ ചേരുമ്പോഴാണ് MT ആയിട്ട് വളരെ അടുത്ത് പെരുമാറാനുള്ള സന്ദർഭങ്ങൾ ഉണ്ടാകും. ആ സന്ദർഭങ്ങൾ ഉണ്ടാകുന്നതിന് അതിന് മുമ്പേ അദ്ദേഹം എന്തുമാത്രം പ്രസിദ്ധനായിരുന്നു. ഞാൻ 98-ലാണ് ഭാഷാഭൂഷിച്ചത്. അദ്ദേഹത്തിന്റെ കർമ്മകാണ്ഡന്റെ അതിന്റെ പരിപൂർത്തിയിലെത്തി ഞാൻ അതൊക്കെ വാങ്ങി അങ്ങനെ ഘട്ടത്തിലാണ്. അപ്പൊ ഞാനിങ്ങനെ അദ്ദേഹത്തിന്റെ ജീവചരിത്രം ഇങ്ങനെ മനസ്സിലാലോചിച്ചു. പാലക്കാട് കോളേജിലാണ് അദ്ദേഹം പഠിച്ചത്, ഞാൻ അവിടെ പഠിച്ചത്, വിക്ടോറിയ കോളേജിലാണ് പഠിച്ചത്. എന്റെ ഭാര്യയുടെ അച്ഛൻ പ്രൊഫസർ PN നമ്പൂരി, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം പറഞ്ഞു, ഈ OV വിജയനും MT വാസുദേവനും എന്റെ ശിഷ്യന്മാരാണ്. അപ്പൊ ഇത് ഞാൻ MT വാസുദേവനായരോട് ഞാൻ എന്റെ കല്യാണത്തിന് അദ്ദേഹത്തെ ക്ഷണിക്കാൻ പോയപ്പോ അദ്ദേഹം ചോദിച്ചു, PN നമ്പൂരി എനിക്ക് പ്രീ ഡിഗ്രിക്ക് യൂണിവേഴ്സിറ്റിക്ക് ബയോളജി പഠിപ്പിച്ചാണല്ലേ, എനിക്കറിയാം. OV വിജയനോട് ഞാൻ പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, വളരെ ഹാൻസം ആയിട്ടുള്ള ആൾക്കാരുണ്ട്. മാത്രമല്ല ഒരു ഒബ്സർവേഷൻ കൂടി, അദ്ദേഹത്തിന്റെ കയ്യിൽ മാത്രമേ അന്ന് ഓട്ടോമാറ്റിക് വാച്ച് ഉണ്ടായി. എന്താണ് ഒരു എഴുത്തുകാരന്റെ ഒബ്സർവേഷൻ? 60 കൊല്ലം മുമ്പ് ഒരു അധ്യാപകന്റെ കയ്യിൽ ഓട്ടോമാറ്റിക് വാച്ച് കണ്ടേ മനസ്സിലാവും. ഓട്ടോമാറ്റിക് വാച്ചാണ്, ഹാൻഡ് ഹോൾഡ് അല്ല. അങ്ങനെയുള്ള ഒബ്സർവേഷൻ. അപ്പൊ ഈ 2 പേരും
അങ്ങനെ എം ടി പഠിച്ച വിദ്യാലയം ഞാൻ പഠിക്കുമ്പോ അവിടെയൊക്കെ എന്ത് അന്തരീക്ഷം നിറഞ്ഞില്ലേ. ഞാൻ ബി എസ് സിക്ക് പഠിക്കുന്ന കാലത്താണ് കാലം കേരള ശബ്ദത്തിൽ വരുന്നത്, മാതൃഭൂമി ചുവപ്പിലല്ല. മാതൃഭൂമി ചുവപ്പിൽ ഖസാക്കിന്റെ ഇതിഹാസമാണ് വരുന്നത്. അപ്പൊ ആ അന്തരീക്ഷം, വിക്ടോറിയ കോളേജിലെ അന്തരീക്ഷം, അവിടുത്തെ ലൈബ്രറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊക്കെ അന്തം വിട്ടു പോയി. ഇത്രയും വലുപ്പത്തിലുള്ള ഹോളില് അതിനുള്ള ബാൽക്കണി, അവിടെ പഴയ പഴയ ലെതർ ബൈൻഡിലുള്ള ബുക്കുകൾ. ഇപ്പൊ ഞാൻ ഉദാഹരണത്തിന് റൊമൈൻ റോളൻസിന്റെ ജീൻ ക്രിസ്റ്റോഫർ അന്ന് പ്രസിദ്ധമായ 7 വാല്യങ്ങളുള്ള കൃതി അത് സംഗ്രഹിച്ച് ഒറ്റ വാല്യത്തിൽ അത് ഞാൻ അവിടുന്ന് വായിച്ചു. ഞാൻ ദൈവം ഇതൊക്കെ എം ടി വായിച്ചല്ലേ എന്ന് വിചാരിച്ച് ഓരോ ബുക്ക് എടുക്കുമ്പോഴും ഇത് എം ടി വായിച്ചാണല്ലോ എന്നുള്ള ഒരു സന്തോഷത്തോടു കൂടി ഒക്കെ ആ ബഹുമാനത്തോടു കൂടിയാണ് ബുക്കുകളൊക്കെ എടുക്കുക. അങ്ങനെ അപ്പൊ എം ടി അതിന്റെ ഓപ്പോസിറ്റുള്ള നന്ദകുമാർ ലോഡ്ജിലാണ് താമസിച്ചത്. അവിടെ അദ്ദേഹം വെക്കേഷന് വീട്ടിലേക്ക് പോയില്ല. ഈ ഒരു 4 ആളുടെ മെമ്പർഷിപ്പ് കാർഡ് വാങ്ങി അത്രയും പുസ്തകങ്ങൾ ലൈബ്രറിയിൽ എഴുതാൻ വീട്ടിലെടുത്ത് വായിക്കാൻ. അപ്പൊ അങ്ങനെ ആ വിക്ടോറിയ കോളേജ് കാലഘട്ടത്തില് അദ്ദേഹം കുറെ കഥകൾ എഴുതിയത്. അപ്പോ ഉണ്ണി എന്നൊരു സുഹൃത്ത്, ഇത് കഥ പലർക്കും അറിയുന്നോ, പാലക്കാട്ടുകാരുള്ളതുകൊണ്ട് ഞാൻ പാലക്കാട്ടുകാരെന്ന് പറയുന്നത്. അപ്പോ ഉണ്ണി എന്നൊരു സുഹൃത്തുണ്ട്. ആദ്യത്തെ കൊല്ലം അയാൾ ഈ എം പി വാസനയുടെ അത്രയും ഭാഗം വെച്ചില്ല. പയ്യെ സ്വർണ്ണക്കടുക്കനൊക്കെ എടുക്കുക കോളേജിൽ. ഫസ്റ്റ് ഡേ കോളേജ് തുറന്നപ്പോ കൂടലൂരിൽ നിന്ന് വന്ന ആള് സ്വർണ്ണക്കടുക്കൻ ഷർട്ടൊക്കെ ഇട്ടാം. 2ാം കൊല്ലാകുമ്പോഴേക്ക് സ്വർണ്ണക്കടുക്കൻ പോയി. എന്നിട്ട് അദ്ദേഹം കഥാകൃത്താണ് എന്ന് പറഞ്ഞപ്പോ ഇയാൾക്ക് ഉണ്ണിക്ക് വലിയ ബഹുമാനം. ആ കൊല്ലം ഇലക്ഷനിൽ ജയിപ്പിച്ചു. അപ്പൊ ഇയാളുടെ കഥ പ്രസിദ്ധീകരിക്കുന്നു. ഇയാളുടെ കഥകളൊക്കെ കൂടി നമുക്ക് പ്രസിദ്ധീകരിക്കണം. അപ്പൊ എം ടി എംടിയുടെ സൗഹൃദമുണ്ട്. അപ്പൊ എവിടെ കാശ്? പാലക്കാട് ഏറ്റവും ചീത്ത പ്രസിൽ അച്ചടിച്ചാൽ പോലും കാശ് കൊടുക്കാനുണ്ടാവില്ല. എന്നാൽ ചീത്ത പ്രസ് തന്നെ അച്ചടിക്കാൻ തീരുമാനിച്ചു. ഏറ്റവും ചീത്ത പ്രസ്, അതായത് ചില ടൈപ്പ് മുറിയും എല്ലാ ടൈപ്പും ഉണ്ടാവില്ല, അങ്ങനെ പ്രസ്. അപ്പൊ അവിടെ ബുക്കച്ചടിക്കാനും വേണം കാശ്. ഇങ്ങനെ കാശുണ്ടാക്കുക. അത് എം പി പറഞ്ഞു, ഉണ്ണി പറഞ്ഞു, ഞാൻ കാര്യം, ഞാൻ രാപ്പകൽ നന്ദകുമാർ ലോഡ്ജ് കൊണ്ട് വിക്ടോറിയയുടെ ഓപ്പോസിറ്റ് ഒരു ലോഡ്ജാണ് വിക്ടോറിയയുടെ ഹോസ്റ്റൽ. അവിടെ ഷീറ്റ് കളി, രാപ്പകൽ ഷീറ്റ് കളിക്കാം. പലരും വീടും പലരും പോകും. അങ്ങനെ ഷീറ്റ് അവനവന്റെ സുഹൃത്തിന് വേണ്ടി ഷീറ്റ് കളിച്ചുണ്ടാക്കിയ പൈസ കൊണ്ട് അവർക്ക് പ്രസിദ്ധീകരിച്ചു. എന്റെ ആദ്യത്തെ കലാസമാഹാരം വന്നത് ഒരു സുഹൃത്തിന്റെ ഷീറ്റ് കളി പണം കൊണ്ടാണെന്ന് നമുക്ക് ആലോചിച്ചാൽ ശരിയാണോ വരിക, അതോ അയാളുടെ ഇഷ്ടം കൂടാണോ ചെയ്യാം? അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഇതൊക്കെ എഴുതിയിട്ട് അതുപോലെ ആ കാലത്താണ് ഈ ലോകത്തിലെ എന്താ പറയുക ചെറുകഥാ മത്സരം ഉണ്ടായത്. എം ടിക്ക് 1ാം സമ്മാനം കിട്ടുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് എം ടി വാസുദേവൻ നായർ മാതൃഭൂമി ആഴ്ചവകുപ്പിന്റെ എഡിറ്ററായി. അപ്പൊ എഡിറ്ററായി കെ പി കേശവനാണ് ഇന്റർവ്യൂ. കെ പി കേശവൻ വേറെ എന്നാലും സ്വാഭാവികം ഉണ്ടാവും. അപ്പൊ ആ ഇന്റർവ്യൂ സമയത്ത് എം ടി ഓർക്കുക, എന്നോട് ആകെ ചോദിച്ചത് എൻ വി കൃഷ്ണവാര്യരാണ് നിങ്ങളുടെ മേധാവി, അദ്ദേഹത്തിന് ധാരാളം യാത്ര ഉണ്ടാവും, ഒറ്റയ്ക്ക് ഈ പണിയൊക്കെ നടത്താൻ പറ്റുമോ? അപ്പൊ എം ടി പറഞ്ഞു നോക്കാം. പിന്നെ ഒന്ന് പറഞ്ഞു ഫോട്ടോ കിട്ടുണ്ടോ? അപ്പൊ ഇതിന് കണ്ണ് കാണില്ല. അദ്ദേഹത്തിന് ആദ്യം ബാധിച്ച സമയത്ത് എല്ലാവരും ഈ ലെക്ചർമാരും ഒക്കെ കൂട്ടിലും സൂട്ടിലാണ് വരിക. അങ്ങനെ കിട്ടുന്നുണ്ടോ? അപ്പൊ എം പി ഒന്നും വേണ്ടിയില്ല. തപ്പി നോക്കിയപ്പോ എനിക്ക് കോളറിന്റെ ബട്ടണൊക്കെ തുറന്ന് കിടക്കാം. ഇങ്ങനെയൊന്നും പോരാ, ഷർട്ടിന്റെ ബട്ടണൊക്കെ ഇടണം എന്നൊരു ഉപദേശം നൽകി. എന്നിട്ട് ഞാൻ അയക്കാൻ പറ്റും. പിറ്റേ ഡേറ്റിന് ജോയിൻ ചെയ്യാൻ പറഞ്ഞ് അദ്ദേഹം വരിക. അതിന്റെ പിറ്റേന്ന് 4 കെട്ടിന് കേരള പിറ്റേ കൊല്ലം 4 കെട്ടിന് അവാർഡ് കിട്ടും കേരള സാഹിത്യ അക്കാദമി. അത് കഴിഞ്ഞ് 6 കൊല്ലം കഴിയുമ്പോഴേക്ക് അദ്ദേഹത്തിന്റെ തന്നെ സ്നേഹത്തിന്റെ മുഖങ്ങൾ എന്നുള്ള കഥയെ ആധാരമാക്കിയിട്ട് മുളപ്പെണ്ണ് സിനിമയാവുക. അത് കഴിഞ്ഞ് 1 കൊല്ലം കൂടി കഴിയുമ്പോഴേക്ക് അദ്ദേഹം സംവിധാനം ചെയ്ത ഒരു സിനിമയ്ക്ക് ഇത് കിട്ടാണ് പ്രസിഡന്റിന്റെ സ്വർണ്ണമെഡൽ. പ്രസിദ്ധിയിലേക്ക് ഇങ്ങനെ ഉയർന്നു പോവാ. പിന്നെ 15 കൊല്ലം 20 കൊല്ലം കഴിയുമ്പോൾ ഞാനവിടെ കിട്ടുക.
ഒന്നും കിട്ടാൻ വയലാർ അവാർഡ്, ഇങ്ങനെ അവാർഡുകളും എല്ലാം കിട്ടി പ്രശസ്തിയിൽ നിന്ന് കൂടുതൽ പ്രശസ്തിയിലേക്കും അങ്ങനെ അദ്ദേഹം നീങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് ഞാൻ ഇതൊക്കെ വിട്ടിട്ട് ഇവിടെ ചെല്ലണം, ഭാഷാഭൂഷണി ചെന്നു. അപ്പൊ ഭാഷാഭൂഷണി ചെന്നപ്പോൾ ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു, എന്റെ മലയാളം. അപ്പൊ എന്റെ മലയാളം എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഈ ഭാഷ ഇങ്ങനെ നശിച്ചു പോവാതെ മാത്രമല്ല ഇന്നുള്ള പ്രതിസന്ധിയൊക്കെ അന്നും ആരംഭിച്ചിട്ടുണ്ട്. ഭാഷാ പഠനത്തിലുള്ള ശ്രദ്ധയില്ലായ്മ, അങ്ങനെ ഭാഷയെ കൂടുതൽ ഇഷ്ടമില്ലായ്മ, ഇത് വ്യാപകമായിട്ട് ഈ ഭാഷ അങ്ങനെ വിട്ടാൻ പോരാ. അപ്പൊ ഒരുപാട് ആളുകളെ മനോരമയുടെ 3-4 സെന്ററിലേക്ക് വിളിച്ചു വരുത്തി അവരോട് സംവദിച്ച് ആ വിവരങ്ങളൊക്കെ ശേഖരിച്ച് ഒരു നിർദ്ദേശങ്ങളാക്കി ഗവൺമെന്റ് സമർപ്പിക്കുക. അതാണ് പ്രോജക്ട്. അപ്പൊ അതിന് ഒരു കലാപരിപാടി വേണം. അപ്പോ മോഹൻലാലിനെ കൊണ്ട് ചെയ്യാം. ശരി, മോഹൻലാലിനെ കൊണ്ട് ചെയ്യാം. അപ്പൊ ഏത് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കും? അപ്പൊ ഞാൻ MT അടുത്ത് പോയി. അപ്പൊ MT സജസ്റ്റ് ചെയ്തു സൂര്യനമ്പൂരിപ്പാട്, അങ്ങനെ 10 കഥാപാത്രങ്ങൾ, 10 നോവലിലെ കഥാപാത്രങ്ങളെ രംഗത്ത് അവതരിപ്പിക്കും. മോഹൻലാൽ ഒരാളെ അതിൽ 10 കഥാപാത്രങ്ങളായി നിമിഷ നേരം കൊണ്ട് മാറും. ഇതിന്റെ കത്തത്തെ ഉള്ളുകൂടെ പോയി ഇങ്ങനെ വരുമ്പോൾ സൂര്യനമ്പൂരിപ്പാട് മറ്റേ വേറൊന്നായിട്ടും അങ്ങനെ 10 കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്ന 1 മണിക്കൂർ രംഗസംവിധാനം, അതിന്റെ സാങ്കേതിക നിർദ്ദേശം, ഇതൊക്കെ ആയിട്ട് എനിക്ക് വളരെ അടുത്ത് പത്രാധിപത്യല്ല ഇങ്ങനെയുള്ള ഒരു പ്രവർത്തകന് MT എന്നുള്ള എനിക്ക് അടുത്ത് പെരുമാറാൻ പറ്റും. അതിനുശേഷം വേറെ പ്രോജക്ട് മാനേജ്മെന്റ്, അതായത് MTയുടെ സമഗ്ര കൃതികൾ എല്ലാം കൂടി, അയാളെ വോയിസ് എല്ലാം, അദ്ദേഹമായിട്ട് നടത്തിയ 250 പേരുടെ ഇന്റർവ്യൂ, ഇതൊക്കെ കൂടി നമുക്ക് ഒരു CD റോം പ്രസ്ഥാനം ആരംഭിച്ചു. പിന്നീട് അത് ഒബ്സലേറ്റ് ആയി, ഒരു CD വർക്ക് ചെയ്യാതെ. അപ്പൊ അത് MT സമ്മതിക്കും. അദ്ദേഹത്തെ പോയി കണ്ടു. അപ്പൊ അദ്ദേഹം നോക്കും, എല്ലാ മീഡിയയിലെ പറ്റി വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം സിനിമയിൽ വർക്ക് ചെയ്തു, പ്രിന്റ് മീഡിയയിൽ വർക്ക് ചെയ്തു, ഇലക്ട്രോണിക് മീഡിയ വരും, അതിലും അദ്ദേഹം എതിർച്ചയാവില്ല. അദ്ദേഹത്തിന് ഉള്ളാലെ സന്തോഷമായി എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ മാത്രമേ പോയി. അപ്പൊ ഇങ്ങനൊരു പ്രോജക്റ്റ് ഉണ്ട്, MTക്ക് വിരോധത്തിലേക്ക് ഞങ്ങളത് പ്രവർത്തനം ആരംഭിക്കുകയാണ്. ഞാനും അനൂപ് രാമകൃഷ്ണൻ ഇപ്പൊ ഇല്ല, അദ്ദേഹം മരിച്ചുപോയി. IIT നിന്നൊക്കെ ഡിസൈനിന് ബിരുദെടുത്ത് വന്ന വിദഗ്ധനാണ്. അയാളാണെങ്കിൽ MTയുടെ വലിയ ആരാധകൻ, അതിലേറെ MTയുടെ സിനിമയുടെ ആരാധകൻ. അയാൾ ഉത്സാഹിച്ചിട്ടാണ് ആ പ്രോജക്റ്റ് മനോരമ ഏറ്റെടുത്തത്. അപ്പൊ അതിന്റെ തുടർച്ചയായിട്ട് അതിനുടനീളം MT കൂടെ കാണുക എന്നൊരു സംഗതി ഉണ്ടായി. അങ്ങനെ ഞാൻ അടുത്തടുത്ത് അപ്പൊ 2010 അതിന്റെ റിലീസ് വെച്ചു. അപ്പൊ എങ്ങനെയാ റിലീസ് വേണ്ടത്? അപ്പൊ ഞങ്ങളുടെ ഒരു അഭിപ്രായം ഐക്യം ഉണ്ടായി. MT വാസുദേവനായരുടെ ഭീമനായിട്ട് മമ്മൂട്ടി രംഗത്ത്, മോഹൻലാലിന്റെ ആദ്യത്തെ കഴിഞ്ഞു. അപ്പൊ മമ്മൂട്ടി വളരെ ഉത്സാഹമായി. അതിന് ഷൂട്ടിംഗ് ഒക്കെ മാറ്റി വെച്ച് 15 ദിവസം എറണാകുളത്ത് എടശ്ശേരി ഹോട്ടലില് അദ്ദേഹം റിഹേഴ്സലിന് വരികയാണ്. ആലോചിച്ച് നോക്കൂ, ഒരു പ്രതിഫലവും വലിയ കാര്യം. സിനിമയായിട്ട് അപേക്ഷിച്ച് നോക്കുമ്പോൾ അന്നത്തെ ഏറ്റവും പ്രതിഫലം ഒരു മണിക്കൂറിനും പ്രതിഫലം വാങ്ങണമാണ്. അയാൾ അതൊക്കെ മാറ്റി വെച്ച് എടശ്ശേരി ഹോട്ടൽ എന്ന് പറഞ്ഞാൽ അത്ര വലിയ ഹോട്ടൽ ഒന്നുമല്ല, പക്ഷെ അതിന്റെ മിനിമം സൗകര്യം ഹാൾ ഉണ്ട് എന്നാണ് മെച്ചം. ആ ഹാളിൽ റിഹേഴ്സൽ 15 ദിവസം മര്യാദയ്ക്ക് ഡയലോഗ് പഠിച്ച് ഏകപാത്രമായിട്ട്, അതായത് ഭീമൻ ഒരാളെ വേറെ ആളുമില്ല, മമ്മൂട്ടി ഒറ്റയ്ക്ക് ഈ വിവിധ കഥാപാത്രങ്ങളായി, ധർമ്മപുത്രരായി, കർണനായി, അങ്ങനെ മാറി മാറി അഭിനയിച്ച്, അതാണ് ആ ചലഞ്ച്. അപ്പോ ഞങ്ങള് മമ്മൂട്ടിയോട് ചോദിച്ചു, ഈ കാതിൽ ഫിറ്റ് ചെയ്തിട്ട് പിന്നെന്ന് പ്രോംപ്റ്റ് ചെയ്യണേ? എനിക്കത് വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പറയും. അത് ഈ ഡയലോഗ് മുഴുവൻ പഠിച്ചു ഗംഭീരമായി ഡെലിവറി ചെയ്തു. അന്ന് അതിഥികളായി വന്ന് ഇന്ത്യയിലെ പിൽസാറും ബോംബെ രവി വന്നു. ബോംബെ രവിക്ക് MTയുടെ 3 ചിത്രങ്ങളും എഴുതിയിട്ടുണ്ട്. അദ്ദേഹം വന്നു, ഗംഭീര പ്രസംഗം. അന്ന് MT കാല് തൊട്ട് വന്ദിച്ചിട്ടാണ് മമ്മൂട്ടി ഈ സ്റ്റേജിലേക്ക് കയറി. ഇങ്ങനെ ഇരിക്കുകയാണ് എല്ലാ പ്രമുഖന്മാരും. മമ്മൂട്ടിയിൽ നടന്നു MT ഇവിടെ ഇരിക്കണം, MT കാല് MT ആലിംഗനം ചെയ്തു.
അതൊക്കെ എന്തൊരു ഗംഭീര നിമിഷങ്ങളാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹത്തിന്റെ ഭയങ്കര 1 മണിക്കൂർ നേരമുള്ള ബംഗാളിനെ. അപ്പൊ അദ്ദേഹത്തിന് സ്റ്റേജും ഇതുപോലെ വഴങ്ങും എന്ന് ഞാൻ നേരിട്ട് കണ്ടതാണ്. എനിക്ക് വലിയ സന്തോഷം തോന്നി. ഇതിലൊക്കെ ഞാനും പങ്കാളിയായിട്ടും അത്ര ഗംഭീരമായിരുന്നു. ചമയങ്ങളൊന്നും അറിയില്ല, മാരി അങ്ങനെയൊക്കെ ഉള്ളു. അപ്പൊ അത് കഴിഞ്ഞു. അപ്പൊ എം പിയുടെ അപ്പോഴേക്ക് എനിക്ക് എം പി ആയിട്ട് ഒരുപാട് നല്ല അടുപ്പമായി. അദ്ദേഹം മിണ്ടൊന്നുമില്ല. എപ്പോ ചെന്നാലും അരമണിക്കൂർ മിണ്ടാതെ വിട്ടിട്ട് ഞാൻ അത്രേ ഉള്ളൂ. സംഭാഷണം എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. ഒരു പ്രാവശ്യം മാത്രമാണ് അദ്ദേഹം 2 മണിക്കൂർ എന്നോട് സംസാരിച്ചത്. അതായത് വീക്കിലിയുടെ ചുമതലയൊക്കെ എടുത്തപ്പോൾ ഈ വീക്കിലിയുടെ സർക്കുലേഷൻ ഒന്നും പൊങ്ങണില്ല, വലിയ കഷ്ടമാണ്. 6 മാസത്തോളം ഇങ്ങനെ ഇരുന്നു. ഞാൻ എം പി എസ് പോയി കണ്ടു. അപ്പൊ എന്താണ് എന്റെ സ്ഥിതിഗതികൾ, എന്താണ് എക്സ്പീരിയൻസ്, എന്താ ഞാൻ പഠിക്കേണ്ടത്. അപ്പൊ എം പി പറഞ്ഞു, നമ്മൾ ക്ലിക്ക് ചെയ്യും എന്ന് വിചാരിച്ച് കൊടുത്തു ക്ലിക്ക് ചെയ്യാത്ത അനുഭവങ്ങൾ, ചിലത് അബദ്ധത്തിൽ ക്ലിക്ക് ചെയ്തു, ഇങ്ങനെയൊക്കെ പല അനുഭവങ്ങളും 2 മണിക്കൂർ. ഞാൻ കാരശ്ശേരി പോയിട്ട് ആ റോഡിൽ കൂടെ വണ്ടി ഓടിച്ചു പോയി. ഞാൻ കാരശ്ശേരി 2 മിനിറ്റ് കൊണ്ട് ഞാൻ വരാം അത്രേ പറയണ്ടാവുള്ളൂ. അപ്പൊ 2 മിനിറ്റേ ഉണ്ടാവുള്ളൂ. അപ്പൊ പോയിട്ട് വരാത്ത അങ്ങനെ പോയി വന്നപ്പോൾ 2 മണിക്കൂർ ഈ കാരശ്ശേരി കാറിന് പുറത്ത്. എന്നിട്ട് അത് ഈ അനുഭവങ്ങൾ മുഴുവൻ പറഞ്ഞു. അതിലേക്ക് അപ്പൊ ഞാൻ ഒരു കാര്യമായിരിക്കും അദ്ദേഹം പറയാത്ത, ഈ വീക്കിലില് അദ്ദേഹം എതിരായിട്ടുള്ള ആരോപണങ്ങൾ ഖസാക്കിന്റെ ഇതിഹാസത്തിനെ തമസ്കരിക്കാനായിട്ട് എം പി ബോധപൂർവം പരിശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ആരോപണം. ഇത് സത്യാവസ്ഥ എം പിയോട് ചോദിക്കല്ലേ. ഞാൻ വീക്കിലിയുടെ താളുകൾ വെച്ചു, അതിലെന്തെങ്കിലും ഒബ്ജക്റ്റീവായിട്ട് അതിൽ എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ നോക്കുമ്പോ ഇല്ലാതെ മാത്രമല്ല അതിനെതിരായിട്ടാണ് പറഞ്ഞു. അതായത് എം പിയുടെ കാലം ഖസാക്കിന്റെ ഇതിഹാസവും ഒരേ കൊല്ലാണ് റിലീസ് 70-ൽ. അപ്പോ അതിന് കെ പി നിർമ്മൽ കുമാറാണ് അതിന് ഇവിടെ 2-നും കൂടി. അതിൽ എം പിയുടെ കാലത്തിനെ മോശമാക്കിക്കൊണ്ടും കെ പി വിജയന്റെ ഖസാക്കിനെ പ്രശംസിച്ചുകൊണ്ടാണ് നിരൂപണം. എന്തുകൊണ്ടാണ് കാലം എന്റെ ഹൃദയത്തിനെ അസ്വസ്ഥപ്പെടുത്താതെ പോയത് എന്നാണ് നിരൂപണം ആരംഭിക്കുന്നത്. അങ്ങനെ ഒരു താൻ തമസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നതാണ് എം പി ഇങ്ങനെ നിരൂപണം കൊടുക്കേണ്ട കാര്യം. അപ്പൊ അത് ആ ആരോപണം പൊള്ളയാണെന്ന് അത് ഞാൻ പല വീട്ടിലും പറഞ്ഞു. കാരണം മനുഷ്യനെ അപകീർത്തിപ്പെടുത്തുന്ന അദ്ദേഹത്തെ രക്ഷിക്കേണ്ട എന്റെ ചുമതലയാണെന്നുള്ളതാണ് ഈ പറഞ്ഞത്. അപ്പൊ അങ്ങനെ എം പി ആയിട്ട് ഒരുപാട് അടുപ്പം വന്നപ്പോൾ ഞാൻ എം പിയോട് പറഞ്ഞു, എം പിയുടെ ആത്മകഥ. എം പി ഒന്നും മിണ്ടിയില്ല. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ആത്മകഥയൊക്കെ എന്റെ കഥകളൊക്കെയാണ് എടുത്തു വെച്ചാൽ മതി, അതിലപ്പുറം ഒരു ആത്മകഥയില്ല. ഞാൻ പോകുന്നു. പക്ഷേ ഒരു ഭരണാധിപർക്കോ ഒരു യാചകനോ നിരാശ പാടില്ല. റിജക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ശീലിക്കേണ്ട ഒരു കാര്യം. ഈ 2 ജോലിക്കാർ, പത്രാധിപനും ശീലിക്കണം റിജക്ഷൻ, യാചകനും ശീലിക്കണം റിജക്ഷൻ. ആരും നമ്മളെ സ്വീകരിക്കില്ല. കളയായി പോ, പക്ഷെ പോരുത്. ഞാൻ രണ്ടാമത് ചെന്നപ്പോ എം പി അങ്ങനെ എനിക്ക് ഇങ്ങനെ പ്രേരണ വിധിക്കാൻ ചിലത് പറഞ്ഞു. ഞാൻ ഷൊർണൂർ ടിവിയിൽ വന്നിരുന്നു. ഞാൻ പ്രേരണോട് പറഞ്ഞു, നിങ്ങളുടെ ഈ അഭിനയം എനിക്ക് ഇഷ്ടമല്ല. നേരിട്ട് പറഞ്ഞു, എനിക്ക് ആ വേഷവും ഇഷ്ടമല്ല. ഞാൻ ആലോചിക്കുന്ന സിനിമയിൽ അങ്ങനത്തെ ഒരു വേഷം അല്ലേ. അപ്പൊ പ്രേരണ അതൊക്കെ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അപ്പൊ ആ പ്രേരണസിനെ പറ്റി ഇങ്ങനെയൊക്കെ ചിലത് പറഞ്ഞപ്പോ എനിക്ക് വലിയ ഉത്സാഹമായി. എന്നാൽ ഇത് എഴുതിയാൽ മതി. ഒന്നും മിണ്ടിയില്ല. അടുത്ത മാസം ഞാൻ ചെന്നു. അപ്പൊ അടുത്ത മാസം ചെന്നപ്പോഴേക്ക് എം ടി ലേശം വ്യത്യാസം. അപ്പോ കൈയൊന്നും എഴുതാൻ പറ്റില്ലേ, എന്ത് കൈകൊണ്ട് എഴുത്ത് ശരിയാവുന്നില്ല. അപ്പൊ ഞാൻ പറയും, എൻ പി അവിടെ ഉണ്ട്, എൻ പി വിജേഷൻ എം ടി പറഞ്ഞ അതുപോലെ എഴുതിയിട്ടുണ്ട്, അതുപോലെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഞാൻ എം ടി വിളിച്ചു, എൻ പി വിജേഷൻ എന്നാ വരണ്ടേ, എന്നാ പിന്നെ ഇന്ന് വന്നോ, അല്ലെ എന്താ ഒരു ഡേറ്റ് പറഞ്ഞു, അന്ന് വന്നോട്ടെ. അതോടുകൂടി പ്രേരണസി എന്നുള്ള ആത്മകഥാകൃത്ത് മലയാളം ഭാഷയിൽ വന്നു. അതിന്റെ മുമ്പ് കുമാരനല്ലൂരിലെ കുളങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ഭാഷാ പഠി. അത്
പിറ്റത്തെ കൊല്ലം ഇതിനെ ആവർത്തിച്ചു. അപ്പോൾ ഈ ആദ്യത്തെ പതിപ്പിന്റെ റീച്ചും ഒക്കെ വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിന് വ്യക്തമായി. അദ്ദേഹം പറഞ്ഞു 3 തെറ്റുണ്ട്, 3 അക്ഷരത്തെറ്റ്. എംടിക്ക് അക്ഷരത്തെറ്റെന്ന സ്ഥാനം കണ്ടുകൂടാ. അദ്ദേഹം പത്രാധിപരായിരുന്ന കാലത്ത് മാതൃഭൂമിയിൽ അക്ഷരത്തെറ്റില്ല, ഉറപ്പായിട്ട് പറയാം. എഡിറ്റർക്ക് വേണ്ട ഏറ്റവും വലിയ മറ്റേ കൈതപ്പുറം അയച്ചിട്ടുള്ളതാണ്. മറ്റേ MT കിട്ടുന്ന കാലത്ത് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിട്ടില്ല. അതല്ലേ ഒരു പത്രാധിപർക്ക് ഭാഷയോട് ചെയ്യാവുന്ന വലിയ ഒരു സേവനം. അത് സമ്മതിക്കില്ല. അപ്പൊ ഇതിൽ 3 അക്ഷരത്തെറ്റ്, ഞാൻ സോറി, അടുത്തേൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് ഇതിന്റെ വീഴ്ചയൊക്കെ കൃത്യമായിട്ട് മനസ്സിലായി. അദ്ദേഹം അടുത്ത കൊല്ലം നമുക്ക് എഴുതാം എന്ന് പറഞ്ഞു. ഈ ശോഭനാമകൃഷ്ണനായിരുന്ന സഹോദരനെ പറ്റി എഴുതി. അങ്ങനെ ഓരോ കഥയിലും ഓരോ ലക്കത്തിലും ഒരു സിനിമ നായകനോ ഉപനായകനോ ഒക്കെ ആയിട്ടുള്ള ആളിനെ പറ്റി 6 ലക്കം 2016 വരെ എഴുതി. 2017 ഞാൻ ചെന്നപ്പോ നാരായണ എന്നെ അങ്ങനെ നാരായണ എനിക്ക് സിനിമാ ലോകത്തിൽ ആരെ പറ്റി എഴുതാൻ, കാരണം ആരെ പറ്റി നല്ലത് പറയാൻ. ഇനിയുള്ളവരൊക്കെ എന്നോട് ചതി കാണിച്ചവർ, എനിക്ക് പണം പറ്റിച്ചവർ എന്നോട് ഞാൻ പറഞ്ഞു MT അത് ഞാൻ പറഞ്ഞു അത്ഭുതം. MT പറഞ്ഞാൽ പണം പറ്റിക്കാൻ പറ്റില്ല എന്നാണ് ഞങ്ങളൊക്കെ പഠിച്ചത്. MT പറ്റിക്കാണോ? അതെ. പിന്നെ ആളുകളുടെ കുറച്ച് പേര് പറഞ്ഞു, എന്താളുടെ പേര്, 4 പേര്. അപ്പൊ പിന്നെ ആ കഥ അത് അങ്ങനെ പോയി. ആ അത്ഭുത പ്രസിദ്ധീകരിച്ചു. ഒന്ന് ആദ്യത്തേന് ചിത്രത്തെരുവുകൾ സിനിമ, പിന്നെ 3 മുത്തശ്ശിമാരുടെ അത് ജീവിതകഥ. അത് കഞ്ഞി കുപ്പായം കാശ് എന്ന് പറഞ്ഞ സീരീസ് ആയിട്ട് 4 ലക്കത്തിലും. അതോടി അത് കഴിഞ്ഞു. അത് പുസ്തകമായി കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. അതിലേക്കും വിജയകൃഷ്ണനൊക്കെ നന്ദി പറഞ്ഞു. MT ഒരു പുസ്തകത്തിനും ആമുഖം എഴുതിയിട്ടില്ല, ഒരു പുസ്തകത്തിനും നന്ദി പറഞ്ഞിട്ടുള്ള ആൾക്ക് എഴുതിയിട്ടില്ല. ഇതിൽ 2 നമ്പൂരിയാണെങ്കിലും ചിത്രം വെച്ചു, നമ്പൂരിക്കും നന്ദി പറഞ്ഞു. ഈ 3 പേർക്കാണ് അദ്ദേഹം നന്ദി പറഞ്ഞു. അത്ഭുതകരമായിട്ടുള്ള ഒരു നന്ദി പ്രകടനം. സാധാരണഗതിയിൽ നമ്മൾ MTയുടെ സ്വഭാവം അനുസരിച്ചിട്ട് നമ്മൾ നന്ദി പറയാ അങ്ങനെയുള്ളൂ. കാരണം നമ്മൾ ചെന്ന് ചെയ്യാ. ഇപ്പൊ ഞാൻ ഉദാഹരണം ഒറ്റ ഉദാഹരണം പറയാം. ഈ CD വർക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോ അത് എനിക്കൊരു കത്ത് എഴുതി, പലതും എഴുതി. അതില് 2 ലക്ഷം രൂപ വേണം, മകളുടെ കല്യാണമൊക്കെയാണ്. നാരായണത് പറ്റില്ല, ഞാൻ കേരളത്തിന് എഴുതിക്കോളാം, അത് വേണം. പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ ഞാൻ മാനേജ്മെന്റിനോട് പറഞ്ഞു അതിനും 2 ലക്ഷം കൊടുക്കാലോ. ഞാൻ ആ ചെക്ക് ഞാനും അനുഭവം കൂടി ഇവിടെ അപ്സര ഹോട്ടലിന്റെ നേരെ എതിരുള്ള ഫ്ലാറ്റിലാണ് ഇരിക്കുക. വീട്ടിലിരുന്ന അദ്ദേഹം ഒന്നും എഴുതിയില്ല, ഫ്ലാറ്റിലോ ഹോട്ടലിന്റെ എതിരെ എഴുതുന്നു. അപ്പൊ അവിടെ ചെന്നു. അപ്പൊ MT വളരെ കൂളായിട്ട് ബോൾഡായിട്ട് സ്വീകരിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ കാശ് കൊണ്ട് ഒന്നും വേണ്ട, ഒരു പണം കിട്ടിയതിലുള്ള ആഹ്ലാദമില്ല, പണം കിട്ടിയതിലുള്ള നന്ദിയില്ല, നന്ദി പ്രകടനമില്ല, ഒന്നും ഒരു മുഖഭാവമില്ല. അത് ആ ഡ്രോയിൽ വെച്ചു. ഞങ്ങളെ കാശ് സ്വീകരിച്ചാലോ എന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ നന്ദി പ്രകടനം. അതാണ് എന്ത് കിട്ടിയാലും നമ്മൾ അങ്ങോട്ട് നന്ദി പ്രകടനം. ഇത് കേരളീയ സമൂഹത്തിൽ MTക്ക് മാത്രം സാധിച്ചതും സിദ്ധിച്ചതുമായ ഉപലബ്ധിയാണ്. നമ്മള് മലയാളികൾ അങ്ങോട്ട് നന്ദി പറയും, ഒന്നും കേൾക്കാൻ അറിയാതെ. ഇപ്പോഴും അദ്ദേഹത്തിനുള്ള നന്ദി പ്രകടനം തുടർന്നുകൊണ്ടേയിരിക്കാം. നമ്മളൊക്കെ പ്രധാനം ചെയ്യണം. എന്തെല്ലാം അങ്ങ് നമുക്ക് തന്നു അതിനുള്ള നന്ദിയാകും. അപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോ വേറെ ഒരു കഥയുണ്ട്. PK ശ്രീരാമന്റെ അടുത്ത് പോയിരുന്നു. അപ്പൊ ശ്രീരാമൻ പറയാം MT വാസുദേവൻ ഒരു കഥ പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന്റെ അച്ഛൻ സിലോണിലായിരുന്നു. സിലോണില് ആയിരുന്നു. അദ്ദേഹം അച്ഛൻ മടങ്ങി വന്നപ്പോൾ ഒരു ബന്ധുവിനെ കൊണ്ടായിരുന്നു. ബന്ധു വന്നു. അപ്പൊ ബന്ധു പറഞ്ഞ വിചിത്രം. ഒരു എപ്പോഴും വീട്ടിന്റെ മുമ്പിൽ പാടല്ല, പാടത്ത് കൂടെ വെളിച്ചം അപ്പോഴും വൈകുന്നേരം ഒരു വെളിച്ചം, റാന്തലും കൊണ്ട് വെളിച്ചം ഇങ്ങനെ നീങ്ങി പോകുന്നത് കാണാം. അപ്പൊ എന്താ നോക്കുമ്പോഴാണ് ഒരു നായ ഈ റാന്തൽ കടിച്ചു പിടിച്ചിട്ട് മുമ്പിൽ നടക്കുക. ഈ ബന്ധുവിന്റെ പിന്നാലെ
അങ്ങനെ നടക്കുന്ന ഒരു രംഗത്ത് എന്നിട്ട് ആ ബന്ധുവിനെ പരിചയപ്പെട്ട് വന്നിട്ട് കേരളത്തില് അവസാനം അദ്ദേഹം പറയാം ഇയാൾക്ക് എന്തോ മനോവിഭ്രാന്തി വന്നിട്ട് കുതിരോട്ടാസ്ത്രീകളെ കുറച്ച് സമയം കിടന്നു. അപ്പോ മാറി ജനം മാറി. അപ്പൊ എന്റെ ഏട്ടൻ പറഞ്ഞു വാസു നീ ഇവിടെ ഇല്ല, നമുക്ക് അച്ഛന്റെ വീട്ടിലേക്ക് ആളാണ്, നമുക്കൊന്ന് പോയി കാണാം. അപ്പൊ പോയി കാണാം എന്ന് ചെന്ന് കേട്ടു. അപ്പൊ എം പി കണ്ടപ്പോ അദ്ദേഹം ഭയങ്കര ഇഷ്ടമായി. അത് പറയാ എന്താണ് മോനെ നമ്മുടെ തെക്കേപ്പാട്ട വാസുവില്ലേ, തെക്കേപ്പാട്ട വാസുവില്ലേ, ആ വാസു വലിയ കഥാകൃത്തായിട്ടുണ്ട്. വാസുവിനോട് തെക്കേപ്പാട്ട വാസുവില്ലേ, വാസു പോയി ഈ വേണുഗോപാലനായിട്ടുള്ള പേര് ആ പോയി ഇതൊക്കെ അയാൾ കാണുക ഇങ്ങനെ. എന്നിട്ട് അവിടെ എവിടെയെങ്കിലും ഈ ലക്ഷണമുള്ള ഒരു മകനോ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചപ്പോ അവിടുത്തെ ഒരു സ്ത്രീ പറഞ്ഞു, അവിടുത്തെ ഒരാൾ പറഞ്ഞു അവിടുത്തെ സ്ത്രീ താമസിച്ചിരുന്ന നായർ, അയാളുടെ മകളൊക്കെയാണെന്ന് തോന്നുന്നു. എന്തായാലും അവൻ ആ സ്ത്രീ മരിച്ചുപോയി, അയാൾക്ക് മകൻ ഇവിടെ നിങ്ങൾക്ക് ബന്ധമുള്ളതാണെന്ന് നമുക്ക് അറിയില്ല. എന്നിട്ട് പോയി നോക്കുമ്പോൾ ഒരു മന്ദബുദ്ധിയായ ഒരാള് ഇരുന്ന് ചൂണ്ടലിടുന്നത്. ഇത് ആരുടെ മകനാണ്, എന്താണ് ബന്ധം ഒന്നും പെടുന്നില്ല. അതൊക്കെ മുഖത്തിനായി വിട്ട് മറക്കാം. പിന്നെ അങ്ങനെ സജസ്റ്റീവാണ്, എത്ര സജസ്റ്റീവാണ്. കഥയുടെ അവസാനമോ അന്ത്യോ ഒന്നും പരാമർശിക്കുന്നില്ല. അങ്ങനെ ഉള്ളൊരു കരകണ്ണാവം അദ്ദേഹം ചിത്രീകരിച്ചത് അത് വളരെ മനസ്സിൽ തട്ടുന്ന ഒരു സാധനം. ഇതിനൊക്കെ പുറമെ ചെയ്തത് ഒരു വലിയ ഈ തുഞ്ചൻ പറമ്പ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം കെട്ടിയേർത്തത്. അത് അദ്ദേഹം ആദ്യം തുഞ്ചൻ സ്മാരക സമിതി, പിന്നെ തുഞ്ചൻ സ്മാരക ട്രസ്റ്റായി. അത് എല്ലാവർക്കും വരാവുന്ന, എല്ലാവർക്കും പങ്കെടുക്കാവുന്നതായ ഒരു സെക്യുലർ സ്പേസ് ആക്കി മാറ്റി എന്നുള്ളതാണ് എം ടി. ഈ സാഹിത്യവും കലയും സിനിമയും ഒഴിച്ചാൽ അദ്ദേഹം മലയാള ദേശത്തിന് ചെയ്ത ഏറ്റവും വലിയ സംഭാവന. ഒരു സെക്യുലർ സ്പേസ് കെട്ടിച്ചേർത്തുണ്ടാക്കി. അത് എഴുത്തുകാരൻ എന്ന നിലയ്ക്ക് ആളുകൾക്ക് പൈസ കിട്ടുന്നതല്ല. അത് ജ്ഞാനപീഠം കിട്ടിയപ്പോ എം ടിക്ക് ജ്ഞാനപീഠം കിട്ടിയപ്പോ ലീലാബെന്റെ ഉടമസ്ഥൻ കൃഷ്ണൻ നായർ ബോംബെയിൽ വലിയൊരു ലഞ്ച് ഹോസ്റ്റ്. അപ്പൊ എം ടി വിളിച്ചു, കൃഷ്ണൻ നായർ വരണം. അപ്പൊ പി കെ രവീന്ദ്രനാഥ് അദ്ദേഹത്തിന്റെ സുഹൃത്തും മാധവ ലേഖനുമായ ആളുണ്ട്. അദ്ദേഹത്തിനോട് എം ടി പറഞ്ഞു ഞാനൊന്നും വരുന്നില്ല, എന്തിനാ കൃഷ്ണൻ നായരെ ഞാൻ പോകണം. അപ്പൊ അവർക്ക് വലിയ ബേജാറായി, കൃഷ്ണനായർക്ക് വലിയ ബേജാറായി. എന്നിട്ട് പി കെ രവീന്ദ്രനാഥിനെ വിളിപ്പിച്ചു, എം ടിയോട് ഒന്ന് വരാൻ പറയും. അപ്പൊ എം ടി ആലോചിച്ച് പറഞ്ഞു ശരി വരാം, ഒരു കണ്ടീഷനിൽ വരാം, തുഞ്ചൻ പറമ്പിന് നിങ്ങൾ എന്തെങ്കിലും കാശ് കൊടുക്കും. തുഞ്ചൻ പറമ്പിന് 5 ലക്ഷം രൂപ ചെക്ക് എഴുതിയപ്പോഴേ എം ടി പോയിരുന്നു. ഇതാണ് എം ടി മൊത്തത്തിൽ മലയാള ഭാഷയ്ക്ക് ചെയ്തത്. അപ്പൊ ഇതിനുള്ളൊരു ആത്മബലം, എന്ത് ബല, അയാൾക്ക് എഴുത്തുകാരനാണ് താങ്കൾ ബലമുള്ളൂ. ഞങ്ങൾ ഈ കോളേജുകൾക്ക് വേണ്ടിയിട്ട് എം ടിയും കോളേജ് വിവിധ കോളേജിലുള്ള ആളുകളും പങ്കെടുത്തൊരു ക്യാമ്പ് നടന്നു. അന്ന് അദ്ദേഹം പറഞ്ഞു, ഇന്ന് എനിക്ക് ഓർമ്മയില്ല, ഞാൻ വലിയ കർഷകനൊന്നുമല്ല, വലിയ കർഷകന്മാര് വേറുണ്ട്, ടോൾസ്റ്റോയ് ഉണ്ടാവും, ആളുകൾ പലരും ഉണ്ടാവും, പക്ഷെ ഞാൻ അങ്ങനെ വലിയ കർഷകനല്ല. ഞാൻ ചെറിയ കണ്ടത്തിന് ചെറിയ കർഷകൻ, പക്ഷെ കർഷകനം. ആ വംശത്തില ഡോസ്റ്റോസ്കി ഏത് വംശത്തിൽ പിറന്നുവോ ആ വംശത്തിലെ അംഗമാണ്. അതാണ് എന്റെ ബലം. ഞാൻ എഴുത്തുകാരനാണ്, എഴുതിയിട്ടാണ് ഞാൻ സമദാനി പ്രസംഗിച്ചു. സമദാനി എന്റെ വീട്ടിൽ പോയപ്പോ സമദാനിയോട് പറയാം, എല്ലാത്തിനും ഇത് മുഴുവൻ ഞാൻ എഴുതി ഉണ്ടാക്കിയതാണ്. ആ വീട്, ആ ലൈബ്രറി, അതെല്ലാം ഞാൻ എഴുതിയിട്ടാക്കിയത്. എഴുതിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത്, എഴുത്തുകാരനാണ് ഞാൻ എന്നുള്ള ഒരു ആത്മബലം. അതാണ് വള്ളത്തോളിന് തുല്യമായിട്ട്, പിന്നെ വള്ളത്തോളിന് ശേഷം ഇങ്ങനെ എഴുത്തിന്റെ ആത്മബലം ഉള്ള, അത് മാത്രമാണ് താൻ എന്നുള്ള ഒരേ ഒരാൾ എം ടി വാസുദേവൻ. അപ്പൊ ആ വള്ളത്തോളിനെ പറ്റിയിട്ട് അക്കിത്തം ഒരു ശ്ലോകം എഴുതി, അതിന്റെ അവസാന ഭാഗം കൂടി വായിച്ച് ഞാൻ ഈ പുസ്തകം അവസാനിപ്പിച്ചു. ആ വള്ളത്തോളിനെ പറ്റി അക്കിത്തം എഴുതിയ വരികൾക്കാണ് നിത്യം പ്രോജ്വലമം നിത്യം പ്രോജ്വലമം സ്യമന്തകം ഭവാൻ
അത്യന്ത പ്രിയമാർന്ന് പട്ടടവരെ കാത്തൂരഭാവം. അത് അത്യന്ത പ്രിയമാണ്. എന്നൊരിഷ്ടം നിത്യപ്രോജ്വലമം സ്യമന്തക മഹാരത്നം കണക്കി അത്യന്ത പ്രിയമാം പട്ടടവരെ കാത്തൂരഭാവം. ആ ആത്മബലത്തിന് മുമ്പിൽ, എഴുത്തുകാരൻ എന്നുള്ളതിലേക്കുള്ള ആത്മബലത്തിന് മുമ്പിൽ ഒന്നുകൂടി വന്ദനവും നമസ്കാരവും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. സന്തോഷം. നന്ദി.